നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇന്ത്യ തിരയുന്ന പ്രമുഖ ഭീകരരെ ലക്ഷ്യമിട്ട് തുടർച്ചയായി നടക്കുന്ന വധശിക്ഷ അത് നടപ്പാക്കുന്ന അജ്ഞാതരായ തോക്കുധാരികളെയാണ് പൊതുവെ മാധ്യമങ്ങളും പ്രതിരോധ നിരീക്ഷകരും അജ്ഞാതർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ വാർത്ത വരാറുണ്ട്, അജ്ഞാതരുടെ കൈകളാൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത വരുമ്പോൾ ആരാണ് ഈ അജ്ഞാത സംഘം, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ഇന്ത്യയുടേതാണോ എന്നൊക്കെ പലപ്പോഴും പല ചർച്ചകളും പല മാധ്യമ ഹെഡ്ലൈനുകളും വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ പാക് അധീന കശ്മീരിലൊക്കെ ആയിട്ട് 30-ലധികം ആഗോള ഭീകരരാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കറാച്ചിയിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ പല ഭീകരരും പല സാഹചര്യങ്ങളിലും അജ്ഞാതരുടെ കൈകളാൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ പതിവാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തങ്ങളുടെ 30-ലധികം സജീവ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബ. ഭീകര സംഘടനയുടെ പ്രമുഖ നേതാവും കൂട്ടാളിയുമായ റിസ്വാൻ അനീഫിന്റെ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരിക്കുന്നത്. അതായത് കൊടും ഭീകരർ തന്നെ തങ്ങളുടെ ഒപ്പമുള്ള തങ്ങളുടെ മറ്റുള്ള പ്രവർത്തകർ ഇത്തരത്തിൽ അജ്ഞാതരുടെ കൈകളാൽ കൊല്ലപ്പെടുന്നു എന്ന് കുറ്റസമ്മതം നടത്തുന്നു. അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ മണ്ണിൽ ലഷ്കർ-ഇ-ത്വയ്ബ നേരിട്ട കനത്ത നാശനഷ്ടങ്ങളുടെയും തിരിച്ചടികളുടെയും വ്യക്തമായ സ്ഥിരീകരണമാണ് ഈ ഭീകര നേതാവിന്റെ പരസ്യമായ കുറ്റസമ്മതം. തങ്ങളുടെ ആളുകളെ ഓരോരുത്തരെയായും വേട്ടയാടി പിടിക്കുന്ന സംഘത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ഭീകര നേതാവിന്റെ പ്രധാന ആരോപണം. അജ്ഞാത തോക്കുധാരികളെ ഉപയോഗിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് അനീഫ് തന്റെ പ്രസംഗത്തിൽ ആരോപിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി എന്നിവിടങ്ങളിലും പാക് അധീന കശ്മീരിലെ മുസാഫറാബാദ്, റാവൽകോട്ട് എന്നിവിടങ്ങളിലുമാണ് ലഷ്കർ ഭീകരർ കൃത്യമായ ആസൂത്രണത്തോടെ വധിക്കപ്പെട്ടത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ് ഭീകരർ താമസിക്കുന്നതും. ഇന്ത്യയിലെ സുരക്ഷാ സേനകളെയും നിരപരാധികളായ പൗരന്മാരെയും ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ഭീകരാക്രമണം നടത്തുന്നവർ സ്വന്തം താവളങ്ങളിൽ പോലും സുരക്ഷിതരല്ലെന്ന ഭയം ഇപ്പോൾ പാക് മണ്ണിൽ പടർന്നിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങളെയും ദുരന്തർ മോഡൽ രഹസ്യ ഓപ്പറേഷനുകളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ അജ്ഞാത ആക്രമണങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ ഈ ലഷ്കറിന്റെ പങ്ക് കൃത്യമായി തെളിവ് സഹിതം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. 2008-ലെ മുംബൈ 26/11 ആക്രമണവും പഹൽഗാം ഭീകരാക്രമണവും ഉൾപ്പെടെയുള്ള കേസുകളിൽ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിനെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2022 മുതൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഇന്ത്യ തിരയുന്ന പ്രധാന ഭീകരർ ഇവരൊക്കെയാണ്. 2022 മാർച്ച് 1 IC-814 വിമാന റാഞ്ചൽ കേസിലെ പ്രതിയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സഹൂർ മിസ്ട്രി കറാച്ചിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. 2023 മെയ് 6-ാം തീയതി ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവൻ പരംജിത് സിംഗ് പജ്വാർ ലാഹോറിൽ കൊല്ലപ്പെട്ടു. 2023 സെപ്റ്റംബർ 8-ാം തീയതി ലഷ്കർ ഭീകരനും ദാംഗ്രി ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളുമായ റിയാസ് അഹമ്മദ് അഥവാ അബു ഖാസിം കൊല്ലപ്പെട്ടു. 2023 ഒക്ടോബർ 11 2016-ലെ പഠാൻകോട്ട് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഷാഹിദ് അൽ ലത്തീഫ് സിയാൽകോട്ടിലെ പള്ളിക്കുള്ളിൽ വെടിയേറ്റു മരിച്ചു. 2025 മാർച്ച് 16 റിയാസി തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ലഷ്കർ കമാൻഡർ അബൂ ഖത്താൽ ജഹ്ലമിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഈ ഭീകരരുടെ കഥകൾ അതൊരു തുടർ പരമ്പരയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ മാളങ്ങളിൽ കയറി സുരക്ഷിതരാണ് എന്ന് കയറി വിചാരിച്ചിരുന്നാലും അവിടെ എല്ലാം കയറി നുഴഞ്ഞു കയറിയാണ് ഈ അജ്ഞാത സംഘം പ്രവർത്തിക്കുന്നത്. അതിശക്തമായ സുരക്ഷാ വലയത്തിലുള്ള ഭീകരരെ പോലും വീടുകളിലോ പള്ളികളിലോ കയറി കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ വധിക്കുന്നത്.
ബൈക്ക് ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. ഭൂരിഭാഗം കേസുകളിലും ഹെൽമറ്റോ മാസ്കോ ധരിച്ച് മോട്ടോർ ബൈക്കുകളിലെത്തുന്ന 2 അംഗ സംഘമാണ് ആക്രമണം നടത്തുന്നത്. വെടിയുതിർത്ത ശേഷം ഒരൊറ്റ പ്രതിയെ പോലും പിടികൂടാൻ പാക് പോലീസിനോ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്കോ സാധിച്ചിട്ടില്ല. പാക് അധിനിവേശ കശ്മീരിൽ പോലും തങ്ങളുടെ പ്രവർത്തകർക്ക് സമാധാനത്തോടെയും ശാന്തതയോടെയും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇന്ത്യൻ ഏജന്റുകൾ തങ്ങളുടെ ആളുകളെ വധിക്കുകയാണെന്നും ഹനീഫ് അവകാശപ്പെടുന്നു. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞെത്താം എന്ന ഭീതിയിലാണ് ഭീകര നേതാക്കൾ കഴിച്ചുകൂട്ടുന്നത്. ഭീകരർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് അങ്ങേയറ്റ വിദ്വേഷകരവും പ്രകോപനപരവുമായ പരാമർശങ്ങളും ഇയാൾ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. കേവലം മതവിശ്വാസത്തിന്റെ പേരിലാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് വരുത്തി തീർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ അനുകമ്പ പിടിച്ചെടുക്കാനുമാണ് ഭീകര സംഘടന ഇതിലൂടെ ശ്രമിക്കുന്നത്. അടുത്തിടെ പാകിസ്ഥാനിലെ വിവിധ കോണുകളിൽ വെടിയേറ്റു മരിച്ച പ്രമുഖ ഭീകരരുടെ പട്ടിക പരിശോധിച്ചാൽ ലഷ്കർ-ഇ-ത്വയ്ബയ്ക്ക് സംഭവിച്ച നാശത്തിന്റെ ആഴം വ്യക്തമാകും. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയുമായിരുന്ന സാജിദ് മിർ, കറാച്ചിയിൽ വെച്ച് വെടിയേറ്റു മരിച്ച ഷാഹിദ് ലത്തീഫ് തുടങ്ങിയ പ്രമുഖരൊക്കെ ഈ പട്ടികയിലുണ്ട്. ഇതിനു പുറമെ കശ്മീരിൽ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന പല പ്രമുഖരും പല പള്ളിയിടങ്ങളിലടക്കം വെച്ച് കൊല്ലപ്പെടുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇവരെല്ലാം തന്നെ പലയിടങ്ങളിലായി സമാനമായ രീതിയിൽ വധിക്കപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ പലപ്പോഴായി ഇന്ത്യക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഈ ആരോപണങ്ങളിലെല്ലാം മുൻപേ തന്നെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മണ്ണിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ഭീകരരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാന്റെ ആഭ്യന്തര പരാജയമാണ് ഇതെന്നാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ. 80കളുടെ അവസാനത്തിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, ജഫർ ഇക്ബാൽ, അബ്ദുള്ള അസം എന്നിവർ ചേർന്നാണ് ലഷ്കർ-ഇ-ത്വയ്ബ എന്ന ഭീകര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് രൂപം കണ്ട ഈ സംഘടന പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇന്ത്യയിൽ നിരവധി ചോരക്കളി നടത്തുകയും ചെയ്തു. നിലവിൽ ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ലോകരാജ്യങ്ങളെയും ഐക്യരാഷ്ട്രസഭയും ലഷ്കർ-ഇ-ത്വയ്ബയെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സംഘടനയുടെ തലവൻ ഹാഫിസ് സയ്യിദിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസിയുമായ ISIയും എത്രയൊക്കെ സുരക്ഷ ഒരുക്കിയാലും അജ്ഞാത തോക്കുധാരികളുടെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന തിരിച്ചറിവിലാണ് ഭീകര നേതാക്കൾ. വൻ സുരക്ഷാ സന്നാഹങ്ങളോടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പ്രമുഖ കമാൻഡർമാർ പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യക്കെതിരെ വർഷങ്ങളോളം ഭീകരത വളർത്തിയ പാകിസ്ഥാൻ മണ്ണിൽ ഇപ്പോൾ ഭീതിയുടെ വിത്ത് പാകിയിരിക്കുന്നത് ഈ അജ്ഞാത ആക്രമണങ്ങളാണ്. ലഷ്കർ-ഇ-ത്വയ്ബ നേതാവിന്റെ ഈ പരസ്യ വെളിപ്പെടുത്തൽ പാക് സർക്കാരിനും ISIക്കും വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി അടിക്കുമെന്ന പ്രസ്താവന ഇതിന് തെളിവായി പാക് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ കുപ്രചാരണങ്ങൾ മാത്രമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. വിവിധ ഭീകര സംഘടനകൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ നിരന്തരമായ കൊലപാതകങ്ങൾ കാരണം പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളും കടുത്ത ഭീഷണിയിലാണ്. പല പ്രമുഖ ഭീകരരെയും ISI ഇപ്പോൾ അതീവ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെയും എപ്പോൾ വേണമെങ്കിലും ഒരു അജ്ഞാതരുടെ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയത്തിലാണ് അവിടെ ഓരോ ഭീകരനും കഴിച്ചുകൂട്ടുന്നത്.